വീണ്ടും ഒരു കൂറ്റൻ അത്തത്തിലേക്കാണ് പോകുന്നത്. ഇതും നെല്ലിമൂട് പൗരാവലിയുടെ അത്തമാണ്. ഈ അത്തം ഏകദേശം 15 ദിവസം കൊണ്ട് നിർമ്മിച്ച ഈ അത്തം റെക്കോർഡ് അത്തമാണ് എന്നാണ് ഈ പ്രദേശവാസികൾ തന്നെ അവകാശപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശമാണ്. നിലവിൽ ഏറ്റവും മുകളിലായി ഒരു കുതിരകളെ ആലേഖനം ചെയ്തത് കാണാം. തൊട്ട സമീപത്തായി പരമ്പരാഗത രീതിയിലുള്ള കെട്ടിടത്തിൻ്റെ രൂപമാണ് കാണുന്നത്. അതിന് നടുക്ക് അത്തം തന്നെയാണ്. എന്തായാലും ഇതും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3D രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നെല്ലിമൂട് പൗരാവലിയുടെ ഭാരവാഹികളുണ്ട്. എങ്ങനെയാണ് ഈ അത്തം റെക്കോർഡാകുന്നത്? ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക റെക്കോർഡിൽ ആദ്യമായിട്ട് ഇടം പിടിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഒരു സംരംഭമാണ്. സംരംഭം എന്ന് പറയുന്നത് നമ്മുടെ അത്രയും ആൾക്കാരുടെ പരിശ്രമമാണ്. ഇതെന്ന് പറയുമ്പോൾ 3D സ്കൾപ്ചറിൽ 6350 സ്ക്വയർ ഫീറ്റ് റണ്ണിങ് സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പൂക്കളമാണ്. 6350 സ്ക്വയർ ഫീറ്റാണ് റണ്ണിങ് സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ നമ്മൾ 4500 കിലോ പൂക്കളാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പൂ ഇരുത്തതായിട്ടുള്ളതില്ല, കംപ്ലീറ്റ് പൂ മുഴുവനോട് തന്നെ വെച്ചുകൊണ്ടാണ് നമ്മളിത് പൂ ചെയ്തിരിക്കുന്നത്. 3 ദിവസവും രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ആർട്ടിസ്റ്റായിട്ടുള്ള ചൊവ്വര ഷാജിയും അവരുടെ സംഘങ്ങളും കുറച്ച് പേരായിട്ടാണ് ഞങ്ങൾ ഈ സഹായിച്ചാണ് നമ്മളിതെല്ലാം ചിലവായി. ഇത് എല്ലാം കൂടെ ഒരു ഈ പൂക്കൾ എടുക്കുന്നതിന് മാത്രമായിട്ട് 6 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവ് വരുന്നുണ്ട് നമുക്ക്. പൂക്കൾ മാത്രം? അതെ അതെ. ബാക്കി ആൾക്കാരെ അതെല്ലാം എക്സ്ട്രാ ഇതിൽ വരുന്നത്. അത് നമ്മൾ ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പോൾ അവരുടെ അത്രയും കഴിവ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ ഞങ്ങളിത് സപ്പോർട്ട് ചെയ്യുക. കാര്യം പൂക്കളെല്ലാം തോവളയും തന്നെയാണ്. അറിയാലോ, തോവളയാണല്ലോ പൂ മാർക്കറ്റിൽ ഇപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിൻ്റെ ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ തോവള തന്നെയാണ് ഞങ്ങൾ പൂ മേടിക്കുന്നതിന് ഉപയോഗിച്ചത്. എത്ര തവണയാണ് ഇപ്പോൾ ഇതുപോലെ ചെയ്യുന്നത്? ഇത് ശരിക്കും 27 വർഷമായിട്ട് ഞങ്ങൾ പൂക്കൾ ഒരുക്കുന്നുണ്ട്. പല രീതിയിലുള്ള സാംസ്കാരികവും അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊക്കെയാണ് ഞങ്ങൾ ഓരോ പൂക്കളം ഒരുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സാംസ്കാരിക തനിമ നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാൻ പറ്റിയിരിക്കണ്ടോ, നമ്മുടെ ഒരു ഗോപുരവും അതുപോലെ തന്നെ മുകളിൽ ഒരു അശ്വമേധത്തിൻ്റെ ആ ഒരു സ്കൾപ്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സെൻട്രലായിരുന്നു ദേശീയ ത്രിവർണ്ണ പതാകയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ. അതെ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് 3 ദിവസത്തെ ഒരു എക്സ്പോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് കോർട്ടുകളുണ്ട്, അതുപോലെ ഷോപ്പിംഗ് സെൻറ്ററായിട്ടുണ്ട്, ലൈറ്റ് ഷോസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഷോ ഉണ്ട്. ട്രിവാൻഡ്രത്തിലെ ഫേമസ് ആയിട്ടുള്ള തേജസ് മ്യൂസിക് ബാൻഡാണ് ലാസ്റ്റ് ഡേ, അതായത് 17 ലാസ്റ്റ് ഡേ നൈറ്റ് അവരുടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ വന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. എന്തായാലും വളരെ വ്യത്യസ്തമായ വളരെ വിശാലമായ ഒരു പൂക്കളം. സാധാരണ ഒരു പൂക്കളത്തോട് നമുക്ക് ഇതിനൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ലക്ഷങ്ങൾ വിലയുള്ള ദിവസങ്ങളെടുത്ത് പണി തീർക്കുന്ന ഒരു പൂക്കളം. എന്തായാലും ഇതിൻ്റെ ഒരു ശില്പിയുണ്ട്. ശില്പി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ശില്പി വാ, ചേട്ടനെ കാണട്ടെ. എന്തായാലും ഗംഭീര വർക്കാണ്, പൊളിച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസം എടുത്തു? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 14 ദിവസത്തോളമായി. 50-50 ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് ഇത്രയും വലിയ രീതിയിൽ. പിന്നെ ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതെ, ഒരുപാട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഐഡിയ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇതിന് വേണ്ടി ഗൾഫിൽ വന്നതാണ് ലീവ് എടുത്ത്. ഗൾഫിൽ അതിനുവേണ്ടി എല്ലാ വർഷവും വരാറുണ്ടോ അതോ ഈ കഴിഞ്ഞ വർഷം വരണമെന്ന് പൂക്കളത്തിന് വേണ്ടി അല്ല, വരാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും വരണമെന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അങ്ങനെ വരാൻ പറ്റി, അതിൽ പങ്കെടുക്കാൻ പറ്റി. സത്യമായിട്ട് ശരിക്കും ഒരു നല്ലൊരു ഹാപ്പി ഓണം. ഇത് നമ്മുടെ നെല്ലിമൂടിൻ്റെ ഒരു സംരംഭമാണ്. എല്ലാവരും അത് അംഗീകരിച്ച് തരണം. എല്ലാവരും സന്തോഷത്തിലാണ്. നിരവധി പേർ ഇത് കാണാനെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ പ്രതീക്ഷയോടെ കുറേ സമയമായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ പൂക്കളം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും നൽകാവുന്ന രീതിയിലൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഇപ്പോൾ പൂക്കളം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് വേൾഡ് റെക്കോർഡിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൂടെ ഉച്ചയ്ക്ക് വേൾഡ് റെക്കോർഡിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൂടി വരാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് ഒരു വേൾഡ് റെക്കോർഡിൻ്റെ പൂക്കളമാണ്. അങ്ങനെ റെക്കോർഡ് പൂക്കളവും കൂടി നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു.